നമസ്കാരം എല്ലാവർക്കും. അപ്പം ഇന്ന് നമുക്ക് മത്തങ്ങ കൊണ്ട് നല്ല രുചികരമായിട്ടുള്ള ഒരു തോരൻ ഉണ്ടാക്കാം. മത്തങ്ങ കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും ഇത് മത്തങ്ങ കറി വെക്കാനാണെന്നോ സാമ്പാറിനോ അവിയലിനോ ഒക്കെ ഇടാനായിരിക്കുമെന്ന് വിചാരിക്കും. അതിനൊന്നുമല്ല, മത്തങ്ങ തോട് കൊണ്ട് നല്ല രുചികരമായിട്ടുള്ള ഒരു തോരൻ നമുക്കുണ്ടാക്കാം. എല്ലാവരും ഇത് സാമ്പാറിനൊക്കെ ഇട്ടിട്ട് വേസ്റ്റ് ബക്കറ്റിൽ കളയുന്ന ഒരു സാധനമാണ്. പക്ഷേ ഇത് വൃത്തിയായിട്ട് നല്ല ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ട വെള്ളത്തിൽ കഴുകിയെടുത്തതിന് ശേഷം നല്ല കടുക് മാങ്ങയ്ക്കൊക്കെ അരിയുന്നത് പോലോ വാഴയ്ക്ക തോരൻ വെക്കാൻ അരിയുന്ന പോലോ കുരുകുരാന്ന് അരിഞ്ഞെടുക്കണം. അരിഞ്ഞെടുത്തിട്ട് നമുക്കിത് തോരൻ വെക്കാം. നമ്മുടെ മത്തങ്ങ തൊലി ഇങ്ങനെ ചെറുതായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ. നമുക്ക് അരപ്പ് തയ്യാറാക്കാൻ ഒരു ചെറിയ മുറി തേങ്ങ, ഒരു 4 അല്ലി വെളുത്തുള്ളി, ഒരു 1/4 ടീസ്പൂൺ ജീരകം, 3-4 ചെറിയ കാന്താരി മുളകോ ഒരു വലിയ പച്ചമുളകോ, എല്ലി കറിവേപ്പില. ഇത് നമുക്ക് മിക്സിയിലേക്ക് ഇട്ടൊന്ന് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കാം. നമ്മൾ ക്രഷ് ചെയ്തെടുത്ത അരപ്പായി ഇത്. ഇനി നമുക്ക് തോരൻ വെക്കാം. അപ്പോൾ നമ്മളൊരു പാനെടുത്ത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമ്മൾ അരിഞ്ഞ മത്തങ്ങയുടെ തൊലി ഇടുക. നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പിടാൻ പോവുക. വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ്. ഇതൊന്ന് ഇളക്കി നമുക്ക് പാൻ കത്തിക്കാം. ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് അടച്ചു വെച്ച് ഒന്ന് ആവി കയറ്റാം. അഞ്ച് മിനിറ്റായിട്ട് നമ്മൾ അടപ്പ് തുറന്ന് നോക്കട്ടെ. ഇളക്കി വെക്കാം. നന്നായിട്ട് അങ്ങ് പറ്റട്ടെ വെള്ളം. നന്നായിട്ട് തോർന്നതിന് ശേഷം നമുക്ക് കടുക് വറുത്തിടണം ഇതിലേക്ക്. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയതും വളരെ ഗുണങ്ങളുള്ളതുമായിട്ടുള്ള ഒരു തോരനായത്. ഇതിലേക്ക് നമ്മൾ കടുക് വറുത്തിടാൻ പോവുക. കണ്ടാൽ എന്താ ലുക്കാന്ന് നോക്ക്. നമ്മുടെ മത്തങ്ങയുടെ തോടിന് കഴിക്കാനും അതേപോലെ ടേസ്റ്റിയുമാണ്. ഇരുന്ന് കയ്യിൽ നോക്കണം. തോടെടുത്ത് വേസ്റ്റ് ബക്കറ്റിൽ കളയരുത്. എല്ലാവരും മത്തങ്ങ തോട് കഴിക്കണം. മത്തങ്ങ ആഴ്ചയിൽ 1, 2, 3 എല്ലാ ദിവസമോ കഴിച്ചാലും നല്ല ഗുണങ്ങളുള്ള ഒരു വെജിറ്റബിളാണ്.